എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ടുഡേ വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ദൈവത്തിൻ്റെ ശിഷ്യന്മാരുടെ ക്വാളിറ്റീസ്, ഗോഡ്സ് ഡിസൈപ്പിൾസ് ക്വാളിറ്റീസ്. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ദ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ്? യേശുവിൻ്റെ ശിഷ്യന്മാർ, യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ ചെറിയ ചെറിയ ക്വാളിറ്റീസിനെ പറ്റി ചിന്തിക്കുക. നമ്മൾ ആദ്യം ചിന്തിച്ചത് ദൈവസ്നേഹത്തെ പറ്റിയാണ്, ദൈവത്തെ സ്നേഹിക്കുക. രണ്ടാമത് ചിന്തിച്ചത് നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. മൂന്നാമത് ചിന്തിച്ചത് നിന്നെ തന്നെത്താൻ ത്യജിക്കുക. You have to deny yourself. നാലാമത് ചിന്തിച്ചത് ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ച് നിലനിൽക്കുക. ഒരു നിലനിൽപ്പ് തിരുവചനത്തിൽ വേണം. ഇനിയും ചിന്തിക്കാൻ പോകുന്ന അവസാനമായ അഞ്ചാമത്തെ ഒന്നാണ് 1 കൊരിന്ത്യർ 15:58. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ആയിരിക്കുവീൻ. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞുകൊള്ളുന്നതിനാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും അഭിവൃദ്ധി പ്രാപിച്ചവരും ആയിരിക്കുവീൻ. ഒന്നാമത്തെ ക്വാളിറ്റി ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കുവീൻ. ഉറപ്പുള്ളവർ. നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ, അതും ദൈവരാജ്യത്തിനകത്ത് നിന്ന് ചെയ്യുമ്പോൾ, നമുക്ക് വേണ്ടി ഒരു ക്വാളിറ്റിയാണ് ഉറപ്പ് വേണം. അതിനകത്തുനിന്നൊരു മാറ്റം പാടില്ല. എന്നെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്നൊരു ഉറപ്പ് വേണം. എന്നാ വിഷയം വന്നാലും എന്നെ ദൈവം കാക്കുന്ന ദൈവം, പോറ്റി പുലർത്തുന്ന ദൈവം, എന്നെ കൈ പിടിച്ച് അടുത്ത ആ ലെവലിലേക്ക് കൊണ്ടുവരുന്ന ദൈവം, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ദൈവം, അടുത്ത മഹത്വത്തിലേക്ക്, അടുത്ത ഗ്ലോറിയിലേക്ക് ദൈവം നിർത്തുമെന്ന് തിരിച്ചറിയണം. സാധാരണ നമ്മൾ പഠിച്ചു വരുമ്പോഴെല്ലാം വചനത്തിൽ നിലനിൽക്കുവാനും ഒക്കെ പഠിച്ചു വരും. ഞാൻ എൻ്റെ കുറച്ച് ഉള്ള സീരീസ് എല്ലാം ഒരു സാധാരണ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു തുടക്കത്തിലുള്ള ഒരു ടീച്ചിങ് ആയിരുന്നു, അല്ലെങ്കിൽ ചിന്തിക്കുന്ന ചില വചനങ്ങളായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോഴെല്ലാം ഒരു ഹയ്യർ ഇലത്തിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കണം. ദൈവത്തോടുള്ള അനുസരണത്തിൽ ഉറച്ചു നിൽക്കണം. ദൈവത്തിൻ്റെ മഹത്വത്തിനകത്ത് നിലനിൽക്കണം. ദൈവത്തിൻ്റെ പ്രസൻസ് ക്യാരി ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. എന്തു തന്നെ കാറ്റും കോളും വന്നാലും കുലുങ്ങാത്തവരായിരിക്കണം. പലപ്പോഴും പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, പല കാറ്റും കോളും വരുമ്പോൾ, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ എതിരെ വരുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? അവിടം കൊണ്ട് നിർത്തി പ്രശ്നത്തിലോട്ട് നമ്മുടെ ഫോക്കസ് വെക്കും. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രശ്നത്തിലല്ല ഫോക്കസ് വെക്കേണ്ടത്, കർത്താവിലേക്ക് ഫോക്കസ് മാറണം. അവൻ്റെ മഹത്വത്തിനകത്ത് നിലനിൽക്കണം, ഉറച്ചു നിൽക്കണം, ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണം, അപ്പായുടെ കൂടെ യാത്ര ചെയ്യുവാൻ റെഡിയായിരിക്കണം. To be in the glory of God. Hallelujah. ആ മഹത്വത്തിനകത്ത് ഇറങ്ങി നിൽക്കുവാൻ. To be in the glory of God. തിരുവചനം ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ മക്കളിനെ ദൈവ മഹത്വത്തിനകത്താണ് നടത്തിയത്, ദൈവ വെളിച്ചത്തിനകത്താണ് നടത്തിയത്. ആ വെളിച്ചത്തിനകത്തും മഹത്വത്തിനകത്തും നിലനിൽക്കുവാൻ ഈ ദിവസങ്ങളിൽ കുലുങ്ങാതെ ഉറച്ചു നിൽക്കുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, പുത്രനായ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉറച്ചു നിൽക്കുന്നവരായി മാറട്ടെ, കുലുങ്ങാതെ, ഭയപ്പെടാതെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നവരായി മാറട്ടെ.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.